ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ആദർശ്. ഞങ്ങള് സെന്റ് അൽഫോൻസ കത്തീഡ്രൽ ദേവാലയം പ്രസ്റ്റൺ ഇടവങ്കാമാണ്. എനിക്ക് കിട്ടിയ വലിയൊരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് തപസ് ധ്യാനം സിസ്റ്റർ ആൻമേരിയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഒത്തിരി വിഷമത്തോടു കൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. എനിക്ക് ഒത്തിരി പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ, സാമ്പത്തികമായിട്ടുള്ള വിഷമതകൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ സാക്ഷ്യപ്പെടുന്നത്. അത് എനിക്ക് ആ കിട്ടിയ അനുഭവം ഒന്നെല്ലാം സെറ്റിലായിട്ട് ഞാൻ സാക്ഷ്യപ്പെടാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത്. എനിക്ക് ഒരു 4 വർഷമായിട്ട് ഏകദേശം 40,000 പൗണ്ടിൻ്റെ അടുത്ത് കടബാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഒരു തരത്തിലും ഒരു പേഴ്സണൽ ലോണ് പാസ്സാവുന്നില്ല. ഞാൻ 4 വർഷമായിട്ടും പേഴ്സണൽ ലോൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കൊരു തരത്തിൽ ലോൺ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ മോർഗേജ് റീമോർഗേജ് ചെയ്യേണ്ട സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ബാങ്ക് നാറ്റ്വെസ്റ്റ് അവർ പോലും ഞങ്ങളുടെ ഈ 40,000 പൗണ്ട് കടബാധ്യത ഞങ്ങൾക്ക് ലോൺ തന്ന് സഹായിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ മോർഗേജ് അഡ്വൈസറിൽ അങ്ങോട്ട് പോയി ഞങ്ങൾ എന്താണ് ഒരു പരിഹാരം എന്നറിയാൻ വേണ്ടി പോയപ്പോൾ ഒരു ബാങ്കും ഞങ്ങളുടെ ഈ കടബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറല്ല. എല്ലാവരും റീമോർഗേജ് ഞങ്ങൾക്ക് ചെയ്തു തരും, പക്ഷേ കടബാധ്യത 40,000 പൗണ്ട് ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഞങ്ങളുടെ മോർഗേജ് അഡ്വൈസർ ശ്രമിച്ചു. അങ്ങനെ ഒരു ബാങ്കാണ് ആ സമയത്ത് ഞങ്ങളുടെ കടം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറായത്. അപ്പോൾ ഒത്തിരി പ്രൊസീജിയർ ആൻഡ് പോളിസീസ് ഉണ്ടായിരുന്നു അവരുടെ. അതെല്ലാം ഞങ്ങൾ മീറ്റ് ചെയ്യണം. അത് മീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് പോയി. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ സമയത്ത് സിസ്റ്റർ ആൻമേരിയുടെ ധ്യാനം കൂടിയ സമയത്ത് 1ാമത്തെ ദിവസം സിസ്റ്റർ ആൻമേരി പറഞ്ഞു, രാത്രി അവിടെ ആരാധനയ്ക്ക് എഴുന്നേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തി അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും ഞങ്ങൾ കുടുംബസമേതം പുലർച്ചെ 3 മണിക്ക് അവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് പ്രാർത്ഥിച്ചു. 1ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, 2ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നിട്ട് 2ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളുടെ മോർഗേജ് അഡ്വൈസറിൻ്റെ നിന്നും ഞങ്ങൾക്ക് ഇമെയിൽ വന്നു, നിങ്ങളുടെ 40,000 പൗണ്ട് കടബാധ്യത ഞങ്ങൾ ആ പറഞ്ഞ ബാങ്ക് ഏറ്റെടുക്കാം എന്നൊരു പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇമെയിൽ വന്നു. അപ്പോൾ എനിക്ക് ഇമെയിൽ വന്നു. അപ്പോൾ ഇനി ഒത്തിരി പ്രൊസീജിയർ വേറെ ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല, കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് ശേഷം ധ്യാനം കഴിഞ്ഞ് കുറച്ച് നാൾ, ഒരു മാസത്തിന് ശേഷം കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കെല്ലാം ശരിയായി. ആ പൈസ ഞങ്ങൾക്ക് ബാങ്കിലോട്ട് 40,000 പൗണ്ട് ബാങ്കിലോട്ട് കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ 5 ക്രെഡിറ്റ് കാർഡ് എനിക്കുണ്ടായിരുന്നു പല ബാങ്കുകളിലായിട്ട്. അതെല്ലാം ഞാൻ സെറ്റിൽ ചെയ്തു. ഞാനൊരു കടബാധ്യതയിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതനായി. അപ്പോൾ ഞാൻ അവിടെ ധ്യാനം കൂടെ വന്ന സമയത്ത് അവിടെ ബെർലി എന്നൊരു സഹോദരനുണ്ടായിരുന്നു. അപ്പോൾ 2016 ഞാൻ ബഹുമാനപ്പെട്ട സോജി ഓലിക്കലിൻ്റെ ഒരു ധ്യാനം കൂടിയപ്പോൾ ഈ ബെർലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ബെർലി അന്ന് പറഞ്ഞായിരുന്നു, എനിക്ക് 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്നുള്ള കടബാധ്യതയുടെ സാക്ഷ്യം പുള്ളി പറഞ്ഞു. അതേ ബെർലി ഈ ധ്യാനത്തിലുണ്ടായിരുന്നു, ബ്രിസ്റ്റോൾ എന്നുള്ള ബെർലി. അപ്പോൾ അതേപോലൊരു സാക്ഷ്യം ഞാൻ ബെർലിയെ അവിടെ ധ്യാനത്തിന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഈ ബെർലി 2016 സാക്ഷ്യം പറഞ്ഞ പോലെ അന്ന് ബെർലിക്ക് 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതേപോലെ 2024 എനിക്ക് 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ എൻ്റെ കടബാധ്യത എനിക്ക് മാറ്റി തന്നാൽ ഞാൻ അങ്ങ് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യമായി പ്രാർത്ഥിച്ചു. നല്ല കുമ്പസാരം നടത്തി പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ 3 ദിവസത്തെ തപസ് ധ്യാനം വളരെ രീതിയിൽ നന്നായിട്ട് എനിക്ക് ഒത്തിരി നാൾ ഞാൻ പല ധ്യാനം കൂടിയിട്ടുണ്ട്. പക്ഷെ ആ ധ്യാനത്തിന് എനിക്കൊരു കൃപയും ശക്തിയും അനുഗ്രഹവും ആ ധ്യാനത്തിൽ ലഭിച്ചു. അതിന് ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൻമേരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് മുക്കാട്ടച്ഛനും ഒക്കെ പ്രത്യേകം അതിൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ജോസഫ് മുക്കാട്ടച്ഛൻ ആദ്യം വന്ന സമയത്ത് ഞങ്ങളുടെ പ്രസ്റ്റൺ കത്തീഡ്രൽ ദേവാലയത്തിൽ കുറച്ച് ആളുണ്ടായിരുന്നു. എന്നിട്ടാണ് അച്ഛൻ ഇവിടുന്ന് വേറെ സ്ഥലങ്ങളിലോട്ട് പോയത്. അപ്പോഴും അച്ഛൻ്റെ കുർബാനയും അച്ഛൻ്റെ ആ പാട്ടുകളും എന്നെ വളരെ സ്പർശിച്ചിരുന്നു. അതിന് എല്ലാറ്റും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയ ഈ വലിയൊരു അനുഗ്രഹം ഇതിന് യേശു നന്ദി പറയുന്നു. ഇപ്പോൾ എനിക്ക് പൈസ എല്ലാം കിട്ടി, എൻ്റെ കടബാധ്യത എല്ലാം സെറ്റിൽ ചെയ്തു. ഞാൻ ഇതിന്ന് പൂർണ്ണമായിട്ടും മോചിതനായിരിക്കുകയാണ്.
യേശുവിൻ്റെ നാമത്തിലും തിരുക്കുമാരനും മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.